കേരളത്തിൻ്റെ സാമൂഹ്യ മനസ്സിൻ്റെ അകത്ത് ഫാസിസം കൂടുകൂട്ടി വികസിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ രീതിയിൽ നമ്മൾ ഫാസിസം എന്ന വേർഡൊക്കെ നമ്മൾ പ്രയോഗിക്കുമ്പോഴൊക്കെ അപ്രസക്ത. ഞാൻ കാരണം അതൊക്കെ നമ്മളതിൻ്റെ പ്രയോഗത്തെ മനസ്സിലാക്കിയിട്ടാണ് പലപ്പോഴും പറയാം. ഞാൻ അതിൻ്റെ രാഷ്ട്രീയമാണ് പറയണത്. ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സംഘപരിവാറിൻ്റെ ആശയ ആധിപത്യത്തിന് കേരളത്തിൻ്റെ സാമൂഹ്യ മനസ്സ് പതുക്കെ കീഴടങ്ങി വരുന്നുണ്ട് എന്നൊരാക്ഷേപമുണ്ട്. ശരിയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിന് വലിയ ശ്രമം അവർ നടത്തുന്നുണ്ട് അല്ലേ? വലിയ ശ്രമം നടത്തുന്നുമുണ്ട്, എവിടെയൊക്കെയോ അത് വിജയിക്കുന്നുമുണ്ട്. കാരണം നമ്മളുടെ ഒരു ചെറുത്തുനിൽപ്പ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളത്രയും സംഘപരിവാറിനെതിരെ ഒരു തുറന്ന വാറ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നടത്തുന്നത് നമ്മളാണ്. അതുകൊണ്ടാണ് അത് അത്രത്തോളം ഇങ്ങോട്ട് എത്തിപ്പെടാൻ അതിന് പറ്റാത്തതെന്നുള്ളൂ. പക്ഷെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, ചില ഇടങ്ങളിലെങ്കിലും അത് സക്സസ് ആവുന്നുണ്ട്. ഇപ്പം നമ്മളുടെ തന്നെ സുഹൃത്തുക്കളുടെ ഇടയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ മുമ്പിൽ എടുത്തിട്ടാലും ഇവർ പറയും നമ്മളിത് ബാധിക്കാത്തടത്തോളം കാലം നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു സാധനത്തിൽ, അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യേണ്ടതുമില്ല. അപ്പോൾ വലിയ അഭിമാനത്തോടെയാണ് ഇവർ പറയുന്നത് നിഷ്പക്ഷരാവുക എന്ന് പറയുന്നത്. നിഷ്പക്ഷരുടെ വോട്ടാണ് എന്ത് തീരുമാനിക്കുന്നത്? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് തീരുമാനിക്കുന്നത്. ശരിയായിരിക്കാം, പക്ഷെ നിഷ്പക്ഷരാവുക എന്നൊക്കെ പറയുന്ന അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. ഒരു രാഷ്ട്രീയം ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്കൊരു നിലപാടുണ്ടാവുക എന്ന് പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്രയും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പം നമ്മളുടെ ഒരു രീതി എടുക്കുകയാണെങ്കിൽ, ഫാസിസത്തിൻ്റെ നമ്മൾ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഒരു ഇമോഷണൽ നീഡ്, അതായത് റിച്വലിനെ ഉപയോഗിച്ചുകൊണ്ട്, സിംബോളിസത്തിന് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭക്തി, വിശ്വാസം, ആചാരം, ഇതിനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് വളരുന്നത്. ഇത് വളരുന്നതിൻ്റെ ഒപ്പം അതിൽ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ ഇതിൻ്റെ എന്തൊക്കെയോ ആണ്, ഇത് അങ്ങോട്ട് എടുക്കുമ്പോഴാണ്, ഇത് നമ്മളുടെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ട് സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു സൊസൈറ്റിയുടെ ഭാഗമാകുന്നത് എന്നുള്ളൊരു ചിന്ത മൊത്തത്തിൽ വരുന്നത്. ഇപ്പോൾ നമുക്കറിയാലോ, രാമക്ഷേത്രം ഉണ്ടാക്കിയ സമയത്ത് നമ്മളുടെയൊക്കെ വീടുകളിൽ കൊണ്ടുവന്നിട്ട് എന്ത് തന്നിട്ടുണ്ട്? ഈ ഒരു ചെറിയ കിഴി തന്നിട്ടുണ്ട്. എത്ര വിശ്വാസം, നമ്മൾ എത്രയൊക്കെ ഇവരെ എതിർക്കുന്നവരാണെങ്കിൽ കൂടി വിശ്വാസത്തിൻ്റെ പുറത്ത് ഇത് വാങ്ങിയിട്ട് വീട്ടിൽ വെച്ച ആളുകളുണ്ട്. അപ്പം ഈ ഒരു വിശ്വാസത്തിന് ഇത് നമുക്കറിയാം. ബാബറി മസ്ജിദ് പൊളിച്ച് അതിനുവേണ്ടി വീടുകളിലേക്ക് കയറാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഡോർ തുറന്നിട്ടിരിക്കുന്നു. അതെ, പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവരോട് ഇല്ല, നോ പറയുന്നിടത്ത് നിന്ന് നമ്മൾ ഇവർക്ക് വാതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ തന്നെ പറയുമല്ലോ, നമ്മളുടെ അടുക്കളേൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാലേ ഉള്ളൂ. ഒരു കവിത ഉണ്ടായിരുന്നു, കവിത ഓർമ്മയില്ല, പക്ഷെ നമ്മളുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാലേ നമുക്കറിയുള്ളൂ. അത് യുദ്ധത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചു നമ്മളെ അഫക്റ്റ് ചെയ്യുന്നൊരു യുദ്ധം നടന്നിട്ടില്ല, അത്രത്തോളം നാൾ നമുക്ക് പ്രശ്നങ്ങളില്ല. ഇപ്പം നമ്മളത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് അമേരിക്കയും ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന യുദ്ധം നമ്മൾ ഇവിടെ ജീവിക്കുന്ന നമ്മളുടെ വീട്ടിലെ ഗ്യാസിനെ ബാധിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, എവിടെയോ കിടക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ ഹിന്ദുത്വത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നുണ്ട്, ഞങ്ങളതിലല്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ ചെറിയ പ്രദേശത്ത് കിടക്കുന്ന നമ്മളെയും ഏതെങ്കിലും ഒരു കാലത്ത് എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചൊരു കാര്യം നിങ്ങൾ പറഞ്ഞതിൻ്റെ തോന്നിയത്, ഈ സംഘപരിവാറും ഇസ്രയേലും സംഘപരിവാറും അമേരിക്കയും തമ്മിൽ എന്താ ബന്ധം? ഈ അമേരിക്കക്ക് വേദനിച്ചാൽ ഇസ്രയേലിന് വേദനിച്ചാൽ ഏറ്റവും വാചാലമായി സംസാരിക്കുന്നവരാരാ അറിയും? ഞാൻ പലപ്പോഴും സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കാണുന്നത് വളരെ ന്യായീകരിക്കുകയാണ്, ഇറാനെയൊക്കെ വളരെ നിശിതമായി വിമർശിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ യുദ്ധകാലത്ത് കണ്ട ഏറ്റവും വലിയ തമാശകളിൽ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ഭക്തി? എങ്ങനെയാണ് ഇസ്രായേലിനോടൊരു ഭക്തി തോന്നുന്നത്? എങ്ങനെയാണ് ഇറാനോടൊരു ശത്രുത തോന്നുന്നത്? ഇതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് എന്താ? അതിൻ്റെ അകത്തും ഉണ്ട് ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം, മതപരമായ ചില കാഴ്ചപ്പാടുകൾ. പലസ്തീനികളെ കൊല്ലുന്നു എന്നുള്ളതായിരിക്കണം എനിക്ക് തോന്നുന്നത് ഇസ്രായേലിന് കൊടുക്കുന്ന അംഗീകാരം. സംഘപരിവാർ
കൊടുക്കുന്നത്. പലസ്തീനികളെ കൊന്നൊടുക്കുന്നു എന്നുള്ളതാണോ ഈ RSSകാർക്ക് എത്ര സന്തോഷം നൽകുന്ന കാര്യം, സംഘപരിവാറുകാർക്ക്? ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് അത്ഭുതം തോന്നിയത് ഈ പിഷാരടി ഉണ്ടല്ലോ, ഇപ്പോൾ മത്സരിക്കുന്ന രമേശ് പിഷാരടി ഇതേ അഭിപ്രായം പറഞ്ഞല്ലോ. പലസ്തീനിലും ഇസ്രയേലിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ വളരെ വളരെ തമാശപൂർവ്വം പറയാണ്. പലസ്തീനിലും ഇസ്രയേലിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെന്തിനും ഇവിടെ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടത്, തല്ലുണ്ടാക്കണം എന്ന് ചോദിക്കുന്ന ഒരാളാണ് ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാവാനുള്ള ഒരു അർഹതയുമില്ല. ലോകത്ത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം എന്താ? ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ പറഞ്ഞു, നമ്മൾ ലോകം ഉണ്ടാക്കിയ UN ഉണ്ടാക്കിയ സുസ്ഥിര വികസന ലക്ഷ്യം നേടലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടെ ജോലി ഉൾപ്പെടെയുള്ള ജോലി എന്ന് പറഞ്ഞാൽ ലോകം നിശ്ചയിക്കുകയാണ് വികസന സങ്കല്പങ്ങൾ. അപ്പം ലോകത്തെ രാഷ്ട്രീയം നമ്മളെ ബാധിക്കുന്ന രാഷ്ട്രീയമാണ്. അമേരിക്കയിൽ എന്തു സംഭവിച്ചു എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. അത് പലസ്തീനിൽ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത് നമ്മളെ ഒരു മനുഷ്യർ, ഇനി നമ്മളെന്ന് പറഞ്ഞാൽ ആരാ? ഒരു അതിർത്തി നിശ്ചയിച്ച രാജ്യത്തിൻ്റെ അകത്ത് ജീവിക്കുന്ന ജനങ്ങൾ ആണോ മനുഷ്യർ എന്ന് പറയുന്നത്? അതല്ലല്ലോ. രാഷ്ട്രാതീതമായി അതിർത്തികൾക്കപ്പുറമുള്ള ഒരു സാർവദേശീയമായ കാഴ്ചപ്പാടാണ് മനുഷ്യൻ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് പൗരാണിക ഹിന്ദു ധർമ്മത്തിന് പോലും, ധർമ്മം എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഉണ്ട്. അതുകൊണ്ട് ഗീതയൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. ലോകോ സമസ്തോ സുഖിനോ ഭവന്തു എന്ന് പറയണമെങ്കിൽ ലോകത്തെ മനുഷ്യരെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ആ ലോകത്തെ മനുഷ്യർക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ നമ്മളിവിടെ കരയണ്ടേ? ലോകത്തെ മനുഷ്യർ പട്ടിണി കിടക്കുമ്പോൾ നമ്മളിവിടെ പ്രതിഷേധിക്കണ്ടേ? ലോകത്തെ മനുഷ്യർ യുദ്ധത്തിലൂടെ കൊന്നൊടുക്കുമ്പോൾ നമ്മളിവിടെ പ്രതിഷേധിക്കേണ്ടത്? ഇതൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുട്ടികളും നിങ്ങൾ രമേശ് പിഷാരിയുടെ കോമഡികളും കണ്ടങ്ങനെ സുഖമായി ജീവിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാൾ രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് കടന്നു വരുമ്പോൾ അയാളെ എതിർക്കാൻ രാഷ്ട്രീയ നട്ടലുള്ളവർ തയ്യാറാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അത്രയും അരാഷ്ട്രീയത ഉൽപ്പാദിപ്പിക്കപ്പെടുകയല്ലേ അവരൊക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം കൂടി പറയാൻ തോന്നിയത്, പിന്നെ ഒരു അരാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസ് വളർത്തിയെടുത്തിട്ടുണ്ട് അടുത്ത കാലത്തായിട്ട്. അരാഷ്ട്രീയ നേതൃത്വം അവർ പറയണത് ചെറിയ ചെറിയ ഇഷ്യൂസിൻ്റെ മുകളിൽ ഇങ്ങനെ കോമഡി പറയുകയോ റീലുകൾ ഉണ്ടാക്കുകയോ ആളുകളെ കൂട്ടുകയോ സ്പോൺസേഡ് പ്രോഗ്രാമുകളാവുകയോ ഒക്കെ ചെയ്ത് രാഷ്ട്രീയത്തെ നേരിടുക. നേരത്തെ അതല്ല. രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആളുകളാണ്. അതിൻ്റെ നേതൃത്വത്തിലുള്ളവരായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. അവരൊക്കെ തഴഞ്ഞുകൊണ്ടൊരു ഒരു 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 വേറെ ഒരു ധാര ഉയർന്നു വരിക. റീൽ അതേമാതിരി സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ധാര ഉയർന്നു വരിക. അവർ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താ? അവർ ഒന്ന് വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ വെറുപ്പിൻ്റെ ആളുകളല്ലാന്ന്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറയുന്നത്, ഞാൻ ഇടതുപക്ഷത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്കല്ല കേട്ടോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ഒരു മനുഷ്യനെ ഒക്കെ അവർ ഉപയോഗിക്കുന്ന പദങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലെ നേതാക്കളെ ഇപ്പം ആയിക്കോട്ടെ, ഇപ്പം നമ്മളെ CPIM സെക്രട്ടറി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവരെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. രാഷ്ട്രീയം പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിൽ പരസ്പരം പോരടിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ നേതൃത്വത്തോട് നമുക്ക് ബഹുമാനമുണ്ട്. പക്ഷെ ഇത് രാഷ്ട്രീയത്തിൻ്റെ അകത്ത് ഒരു മേൽത്തട്ട് സംവിധാനമായി അപകടകരമായി കോൺഗ്രസിനെ ആശയപരമായി വഴിതെറ്റിക്കുന്ന ഒരു വിങ് കോൺഗ്രസിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിയുമ്പോഴേ കോൺഗ്രസിന് കേരളത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി കഴിയുള്ളൂ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം.